ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഐറ്റം എങ്ങനെയാണ് ഒരു ആനിമേഷൻ്റെ സഹായത്തോടു കൂടി ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ലോക്കൽ സ്റ്റോറേജ് ആയിരുന്നു. പക്ഷേ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ഓപ്ഷനാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മളൊരു തുടക്കത്തിലുള്ള ഒരു പ്രോജക്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു കാര്യം എഡിറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ഒരു എഡിറ്റ് ഓപ്ഷൻ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് HTML അതൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം HTML അൺഓർഡേർഡ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ട്രാഷ് ബട്ടൺ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് എഡിറ്റ് ബട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ലെറ്റ് എഡിറ്റ് ബട്ടൺ ഈസ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഏത് HTML ടാഗും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോണ്ടോസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐ ടാഗാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എഡിറ്റ് ബട്ടൺ ഡോട്ട് ക്ലാസ് ലിസ്റ്റിനകത്ത് നമുക്കൊരു ക്ലാസ് ആഡ് ചെയ്യണം. 2 ക്ലാസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് FASഉം പിന്നെ നമുക്ക് വേണ്ടത് FA എഡിറ്റുമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു എഡിറ്റ് ബട്ടനെ നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഐറ്റത്തിലേക്ക് നമുക്ക് അപ്പൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്പൻഡ് ചൈൽഡ് കൊടുത്തു. നമ്മൾ എന്താണ് അപ്പൻഡ് ചെയ്യേണ്ടത്? എഡിറ്റ് ബട്ടണാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും ഒരുപോലെയാണ്, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് HTMLലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്തു. നമുക്കിനി ഇത് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ വന്നു. ടെസ്റ്റ്. ഓക്കെ, ഇതുണ്ടല്ലേ നമ്മുടെ ആ ഒരു എഡിറ്റ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഇവിടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്ര നല്ല രീതിയിലല്ല ഡിസൈൻ കിടക്കുന്നത്. കാരണം നമ്മളിവിടെ നമ്മുടെ ലിസ്റ്റ് ഐറ്റം നോക്കുകയാണെങ്കിൽ ഇതുണ്ട് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. എന്താണ്? ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ മാറ്റി സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഫ്ലെക്സെൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇനി ലെഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ വേറൊരു കോമ്പിനേഷൻ കൂടി നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അത് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിന് മുമ്പ് നമുക്ക് സ്റ്റൈലിനകത്ത് വന്നിട്ടേ നമുക്ക് ആ ഒരു FA ട്രാഷിനും നമ്മുടെ FA എഡിറ്റിനും നമുക്ക് ഒരേ സ്റ്റൈൽ തന്നെ കൊടുക്കാം. ഓക്കെ, FA എഡിറ്റ്. ഇപ്പോൾ രണ്ടിനും ആ ഒരു ബാക്കിലൊരു വൈറ്റ് ബോക്സൊക്കെ വരും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഫ്ലെക്സിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഫ്ലെക്സ് കൊടുത്തു. ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് ബിറ്റ്വീൻ ആണെങ്കിൽ പോലും നമുക്കിതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ നമുക്കിപ്പം ഇതിനെ വന്നിട്ട് നമുക്ക് FA ട്രാഷ് അല്ലേ, ഇതിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മാർജിൻ ലെഫ്റ്റ് നമുക്ക് ഓട്ടോ കൊടുക്കാം. കണ്ടില്ല? മാർജിൻ ലെഫ്റ്റ് ഓട്ടോ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഈ അവസാനത്തെ ഐറ്റത്തിൻ്റെ അടുത്തേക്ക് വരും. ഇനി നമുക്കിതിന് മാർജിൻ റൈറ്റ് കൂടി കൊടുക്കാം. മാർജിൻ റൈറ്റ് ഞാനൊരു 15 പിക്സൽ കൊടുക്കാം, അല്ലേ? കണ്ടോ? ഇങ്ങനെ നമുക്ക് പക്കയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു FA ട്രാഷിന് നമുക്ക് ഈ ഒരു കോഡ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആ 2 കോഡ് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ എഡിറ്റും കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഇതും കിട്ടിയിട്ടുണ്ട്. ഡിലീറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അത് പോകുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റി നമുക്ക് വേറൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം, അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? ഇപ്പം കിച്ചൺ ഐറ്റം ലിസ്റ്റിനകത്ത് നമ്മളൊരു ആഡ് ഈവൻറ്റ് ലിസ്റ്റിനർ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഒരു ക്ലിക്ക് ഈവൻറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കാം. എന്താണ്? എഡിറ്റ് കിച്ചൺ ഐറ്റം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ബോഡി നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് തീർച്ചയായിട്ടും ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? എഡിറ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ ഫോളോ ചെയ്ത അതേ രീതി തന്നെയാണ് നമ്മളിവിടെയും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം? തീർച്ചയായിട്ടും നമുക്കൊരു ഈവൻറ്റ് വേണം, അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അറിയാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മളൊരു ഇഫ് കണ്ടീഷൻ എഴുതി കൊടുത്തു, അല്ലേ? കാരണം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഈവൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് നമ്മൾ ഈവൻറ്റ് ഡോട്ട്
ടാർഗറ്റ് ഡോട്ട് നമ്മൾ ക്ലാസ് ലിസ്റ്റ് എടുത്തു അല്ലേ. അപ്പോൾ ക്ലാസ് ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് എടുക്കേണ്ട ക്ലാസ് ഏതാണ്, നമ്മൾ ഏത് ക്ലാസ്സാണ് ആഡ് ചെയ്ത് കൊടുത്തത്, നമുക്ക് FAS അല്ല നമുക്ക് വേണ്ടത്, FA എഡിറ്റ് ആണ് വേണ്ടത്. അപ്പം ക്ലാസ് ലിസ്റ്റിനകത്തുള്ള അപ്പം നമുക്കിത് ഇഫ് കണ്ടീഷൻ എഴുതുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, കൺസോൾ എടുത്ത് നോക്കാം. അതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഇവൻറ്റിനകത്ത് നമുക്ക് ടാർഗറ്റിനകത്ത് നമുക്ക് ക്ലാസ് ലിസ്റ്റ് നോക്കാം. ഓക്കെ, ഞാൻ കൺസോളിൽ വന്നു, എഡിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഡോം ടോക്കൺ ലിസ്റ്റിനകത്ത് FAS ഉണ്ട്, FA എഡിറ്റ് ഉണ്ട് അല്ലേ. അപ്പം ഇതൊരു അറേ ആയതുകൊണ്ട് അല്ല, ഇതൊരു അറേ ആയതുകൊണ്ട് നമുക്ക് ഇത് 0 പൊസിഷനാണ്, ഇത് ഫസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ എടുക്കാം, കാരണം നമുക്ക് FAS ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അത് നമുക്ക് ഇഫ് കണ്ടീഷനകത്ത് എഴുതി കൊടുക്കാം. ഇഫ് ക്ലാസ് ലിസ്റ്റ് ഓഫ് 2 അല്ലേ ഈസ് ഈക്വൽ ടു നമുക്ക് FA എഡിറ്റ് ആണോ എന്ന് നോക്കണം. എഡിറ്റ് ആണെങ്കിൽ നമ്മൾ പറയാണ് അലേർട്ടിനകത്ത് നമ്മൾ പറയാം എനേബിൾ എഡിറ്റ് മോഡ്. ഓക്കെ, ആഡ് നൗ കൊടുത്തു. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അലേർട്ട് അവിടെ കിട്ടിയില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോറി, ഇത് നമുക്ക് 1 ആണ് കേട്ടോ. ഞാൻ 1 2 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തത്, സോറി. കാരണം നമ്മുടെ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യും 1ഉം അല്ലേ. സോറി, അപ്പോൾ അത് 1 ആണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ആഡ് നൗ കൊടുത്തു, എനേബിൾ എഡിറ്റ് മോഡ്. കണ്ടോ, ആ ഒരു ക്ലാസ് അവിടെ ഓക്കെ ആയപ്പോൾ നമുക്ക് എനേബിൾ എഡിറ്റ് മോഡിലേക്ക് വന്നു. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ നോക്കണേ. ഞാനിവിടെ ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് എഡിറ്റ് മോഡ് ആണെങ്കിൽ പോലും ഡിലീറ്റ് അവിടെ വർക്കായി. എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഈ ഒരു കോഡും തമ്മിൽ ഒരു ചെറിയൊരു കോറിലേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായിരിക്കും അത് തന്നെ. കാരണം നമ്മളിപ്പം ഇവിടെ FAS എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ വിളിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ FAS എന്ന് പറയുന്ന ക്ലാസ് 2 പേർക്കും വരുന്നുണ്ട്. നോക്കിക്കോ, ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ FAS എന്ന് പറയുന്ന FA ട്രാഷിനും വരുന്നുണ്ട്, FAS എന്ന് പറയുന്നത് FA എഡിറ്റിനും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ FAS മാറ്റിയിട്ട് നമ്മൾ FA ട്രാഷ് ആക്കണം. എന്നിട്ട് ഈ ക്ലാസ് ലിസ്റ്റ് എന്നുള്ളത് 0 മാറ്റി നമ്മൾ 1 ആക്കണം. കാരണം 2 ക്ലാസ് ലിസ്റ്റ് ആണല്ലോ അത് നമുക്ക് റിട്ടേൺ ചെയ്തത്. ഒന്ന് 0 പൊസിഷനിൽ FASഉം 1 പൊസിഷനിൽ FA ട്രാഷും. അപ്പോൾ നമ്മളിവിടെ FA ട്രാഷ് നോക്കുന്നു, ഇവിടെ നമ്മൾ FA എഡിറ്റ് നോക്കുന്നു. ഇത് നമുക്കൊന്നുകൂടെ നോക്കാം. കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് എനേബിൾ എഡിറ്റ് മോഡ് വന്നിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടില്ല. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ലെറ്റ് എഡിറ്റഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഞാൻ മുമ്പേ പറഞ്ഞത് നമുക്ക് പല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റ് മെത്തേഡാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അലേർട്ട് കണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയാം പ്ലീസ് ആഡ് ന്യൂ വാല്യൂ അല്ലെങ്കിൽ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം. അതിനുശേഷം ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വന്നിട്ട് ഞാൻ ഈ ഒരു എഡിറ്റഡ് വാല്യൂ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ശേഷം ഞാനിവിടെ വന്നു, ഞാൻ കൺസോളിൽ പോയി, ഞാനിവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു, ആഡ് നൗ കൊടുത്തു. ഇവിടെ എഡിറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ ഒരു പോപ്പപ്പ് വരും. കണ്ടോ, പ്ലീസ് ആഡ് ന്യൂ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പെപ്പർ എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കൺസോളിൽ എന്ത് വന്നു, പെപ്പർ വന്നു. അപ്പോൾ ഇതൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടി, നമുക്ക് ആ ഒരു നമ്മുടെ യൂസറിന് ആഡ് ചെയ്യേണ്ട വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഈ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ലിസ്റ്റ് ഐറ്റത്തിൽ നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ലെറ്റ് ഐറ്റം എടുത്തു. ഇവിടെ നമ്മൾ ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കാരണം ആ ഐറ്റത്തിൻ്റെ പേരൻറ്റിനെ നമുക്ക് എടുക്കണം. കാരണം ലിസ്റ്റ് ഐറ്റത്തിനകത്താണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഉള്ളത് അല്ലേ. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇത് ഈ ഒരു വീഡിയോ ഡയറക്റ്റ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നത്. LIക്കകത്താണ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തത് FA എഡിറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ പേരൻറ്റിനെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് വേണം ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു,
ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് പേരൻ്റ് എലമെൻറ്റിനെ നമ്മൾ എടുത്തു. അതൊരു ലിസ്റ്റ് ഐറ്റം ആണ് അല്ലേ. ഇനി നമ്മൾ വന്നിട്ട് പറയാണ് ഈ ഐറ്റം ഡോട്ട് നമ്മൾ ഇന്നർ ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ എഡിറ്റഡ് വാല്യൂ പറഞ്ഞു കൊടുക്കാം. കാരണം അതിൻ്റെ ആ ഒരു ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ടെക്സ്റ്റാണല്ലോ നമുക്ക് മാറ്റേണ്ടത്. ഓക്കെ, എഡിറ്റഡ് വാല്യൂ കൊടുത്തു. ഇനി ഞാനിവിടെ വന്നിട്ട് ടെസ്റ്റ് എന്നും പറഞ്ഞു കൊടുത്തു, ആഡ് കൊടുത്തു. ഇനി അപ്പോൾ ഞാനിപ്പം എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കിതിൻ്റെ വാല്യൂ വേണ്ടത് പെപ്പർ എന്നാണ്. ഞാൻ ഓക്കെ കൊടുത്തു. കണ്ടില്ലേ, ഒരു പ്രശ്നം സംഭവിച്ചു. എന്താണ് പ്രശ്നം സംഭവിച്ചത്? പെപ്പർ എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ റീപ്ലേസ് ആയി. പക്ഷേ നമുക്കൊരു പണി കിട്ടി. എന്താണ്? ഇവിടെ ഉണ്ടായിരുന്ന എഡിറ്റും ഇവിടെ ഉണ്ടായിരുന്ന ആ ട്രാഷ് ബട്ടണും പോയി. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താണ് പ്രശ്നം. നിങ്ങൾ എന്നോടൊപ്പം ഈ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ജേർണി വളരെ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പറ്റാവുന്നവരെല്ലാം ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.